എടുത്ത ഒരു വർഷക്കാലം നേടിയെടുത്ത അവകാശങ്ങൾ അത് അനുവദിച്ചു കിട്ടാൻ ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ ഹരിയാനയിൽ നിന്നും പഞ്ചാബിലേക്കും വന്ന കൃഷിക്കാരെ സിമന്റ് ഭിത്തികളും ഈ മുള്ളു കമ്പി വേലികളും ഉണ്ടാക്കി അവരെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. 2 കോടി യുവാക്കൾക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്തു. 10 കൊല്ലം കൊണ്ട് 20 കോടി തൊഴിലാളികൾക്ക് നൽകണ്ടേ? ഇന്ന് ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരായ യുവാക്കളുള്ള രാജ്യം, തൊഴിൽ രഹിതരായ അഭ്യസ്ത വിദ്യയിലുള്ള രാജ്യം. അതിൻ്റെ ശതമാനക്കണക്കൊക്കെ നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങളും എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആർക്കാണ് ഈ രാജ്യത്ത് ഈ ഗവൺമെൻറ് കൊണ്ട് നേട്ടമുണ്ടായത്? കുറേ അദാനിമാർക്കും അംബാനിമാർക്കും അല്ലാതെ. അതാണെങ്കിലോ രാജ്യത്തിൻ്റെ പൊതുസമ്പത്ത് അവർക്ക് തീരെഴുതി കൊടുക്കുകയും ഇന്ന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ മുതലാളിമാരുടെ ഉടമസ്ഥതയിലായി കഴിഞ്ഞു. ഇപ്പം കേരളത്തിൽ തന്നെ തുറമുഖവും വിമാനത്താവളവും എന്തെല്ലാമാണ് ഇന്ത്യ ഒട്ടുക്ക്. ഇപ്പോൾ മോദി ഇന്നലെ പ്രസംഗിച്ചത് ഇന്ത്യ സഖ്യം അഴിമതിക്കാരുടെ സഖ്യമാണ്, ഞങ്ങൾ അഴിമതിക്കെതിരായി പോരാടുന്നവരുടെ സഖ്യമാണ്. ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ BJPക്ക് കിട്ടിയ പണത്തിൻ്റെ കണക്ക് SBI ഇപ്പോഴും മുഴുവനായി സുപ്രീം കോടതിയുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടില്ല. 14,000 കോടി രൂപ എന്നൊരു കണക്ക് വന്നു. ഈ 14,000 കോടി രൂപയും ഇന്ന് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അഴിമതി പണമാണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയാണ് കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ ഫണ്ട് മരവിപ്പിച്ചു. വീണ്ടും കിട്ടിയ ഈ ഡിമാൻഡ് നോട്ട് അനുസരിച്ച് 3,500 കോടി രൂപ കോൺഗ്രസ് ഇൻകം ടാക്സിന് പെനാൽറ്റി അടയ്ക്കണം. മറ്റു പാർട്ടികൾക്കുമുണ്ട്. ഡൽഹിയിലെ മുഖ്യമന്ത്രി ഈ ജയിലഴികൾക്കുള്ളിലാണ്. ഷിബു സോറൻ 2 മുഖ്യമന്ത്രിമാരെ ജയിലിലിട്ടിരിക്കുക. എന്തിനാണ്? അഴിമതിയുടെ പേരിലാണെന്ന് പറയും. ഇത്രയും വലിയ അഴിമതി, ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതി ഇലക്ട്രൽ ബോണ്ടിലൂടെ നടത്തിയ ഗവൺമെൻറ്റും പ്രധാനമന്ത്രിയുമാണ്. ഈ ഇലക്ട്രൽ ബോണ്ട് എടുത്തതാരാ? അവർക്കെന്ത് ഗുണമുണ്ടായി? അതൊക്കെ പത്രങ്ങളിൽ വന്നതാണ്. 15 കോടി രൂപ 150 കോടി രൂപ കൊടുക്കുന്നവർക്ക് 15,000 കോടി രൂപയുടെ കോൺട്രാക്റ്റാണ് ഹിമാചൽ പ്രദേശിൽ കൊടുത്തത്. ഓരോ കമ്പനിയും ഇലക്ട്രൽ ബോണ്ടിൽ എത്ര പണം നിക്ഷേപിച്ചു, അവർക്ക് ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ എത്രമാത്രം കിട്ടി എന്നുള്ളതെല്ലാം പുറത്തു വന്നു. ഇതിന് കാരണം ഇപ്പോൾ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. ED പുറകെ നടക്കുകയാണ് എല്ലാ കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിലെ മറ്റ് നേതാക്കളുടെയും ഒക്കെ പിന്നാലെ. ഇവരെയൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതികാര രാഷ്ട്രീയം നടത്തി ഇവരുടെ ഫണ്ട് ഫ്രീസ് ചെയ്ത് ഇവരെ ജയിലിലടച്ച് മോദി അധികാരത്തിൽ വരാനാണ് ആഗ്രഹിക്കുന്നത്. മോദിയും മോദിയുടെ പ്രചാരകരുമൊക്കെ പറഞ്ഞത് 400 സീറ്റിൽ ഞങ്ങൾ ജയിച്ചു വരുമെന്ന്. ഇപ്പോൾ ആ നമ്പർ കുറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം 370 പറയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, അനായാസമായി 370 സീറ്റിൽ BJP ജയിച്ചു അധികാരത്തിൽ വരുമെങ്കിൽ എന്തിനാണ് ഈ പരിഭ്രാന്തി? എന്തിനാണ് ഈ പ്രതിപക്ഷ കക്ഷികളെ വേട്ടയാടുന്നത്? എന്തിനാണ് ഇവരെ പിടിച്ച് ജയിലിലടയ്ക്കുന്നത്? ഞങ്ങൾ കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിൻ്റെ മുമ്പിൽ ഞങ്ങൾ കേരളത്തിലെ ഓഫീസുകളുടെ മുമ്പിൽ സത്യാഗ്രഹം നടത്തി. കയ്യും കാലും കെട്ടിയിട്ട് വായിലൊരു പ്ലാസ്റ്റർ പൊട്ടിച്ചിട്ട് ഈ ഗുസ്തി നടത്തുന്ന ഗുസ്തിക്ക് ആളുകളെ ഗോദായിൽ നിന്ന് വാടാ വാടാ പോരിന് വാടാ എന്ന് വിളിക്കുന്നത് പോലെ മോദി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളെ കയ്യും കാലും കെട്ടി ഫണ്ട് മരവിപ്പിച്ച് പ്രവർത്തനങ്ങൾ നിഷ്ക്രിയമാക്കി ഈ രീതിയിൽ ഒരു നിലപാടെടുക്കുന്നു. ഐക്യരാഷ്ട്രസഭ കേജ്രിവാളിൻ്റെ അറസ്റ്റിനെ ഈ ഫണ്ട് മരവിപ്പിക്കുന്നതിനെതിരായി പ്രതികരിച്ചിട്ടുള്ള ലോകരാഷ്ട്രങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും കേട്ടുകേൾവിയുണ്ടോ? ഒരു ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഉപയോഗിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ട് ഫ്രീസ് ചെയ്യുക, നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുക. ഒരു കാര്യം ഉറപ്പാണ്, മോദിക്കും BJPക്കും ആത്മവിശ്വാസം ഓരോ ദിവസം തോറും കുറഞ്ഞു വരിക. ഇന്നലത്തെ ഇന്ത്യ സഖ്യത്തിൻ്റെ റാലി രാംലീല മൈതാനത്ത് കണ്ടതോടുകൂടി മോദി കൂടുതൽ പരിഭ്രാന്തി വളർന്നിരിക്കുക. ഞങ്ങളൊരു കാര്യം, ഞാൻ KPCCയുടെ
ഇവിടുത്തെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം പറയുന്നു. കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും. നിങ്ങൾ കണക്ക് ചോദിച്ചാൽ കണക്കും പറയാം. ഇന്ന് മമതാ ബാനർജി ഇന്നലെ പറഞ്ഞു, എത്ര കണക്ക് കൂട്ടിയാലും മോദി 400 സീറ്റ് പറയുന്നു, 200-നപ്പുറം കണക്ക് പോകുന്നവർ ചോദിച്ചു. രാഹുൽ ഗാന്ധി രാംലീല മൈതാനത്ത് പറഞ്ഞെന്താ, EVM-ഉം അതുപോലെ തന്നെ ഞങ്ങളുടെ മുഖ്യമന്ത്രിമാരെയും ഞങ്ങളെയും ഒക്കെ പിടിച്ച് ജയിലിലടച്ച് പ്രതികാര നടപടിയും ഒക്കെ ഉണ്ടായിട്ടും മോദിക്കൊരു 150 സീറ്റ് കടക്കുമോ എന്നുള്ളത് കണക്ക് കൂട്ടാൻ പറഞ്ഞു. രണ്ട് നേതാക്കളും മമതാ ബാനർജിയും രാഹുൽ ഗാന്ധിയും പറഞ്ഞത് 180-200. ഞങ്ങളുടെ കണക്ക് ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ദേശീയ തലത്തിലും. ഞങ്ങളുടെ കണക്ക് ഇന്ത്യ സഖ്യം 300 സീറ്റുകളോടുകൂടി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരുമെന്ന വളരെ ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ. അത് ഏറ്റവും കൂടുതൽ ബോധ്യപ്പെട്ടിട്ടുള്ളത് മോഡിക്കും BJP-ക്കാർക്കുമാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേജ്രിവാളിൻ്റെ അറസ്റ്റിന് പിന്നാലെ എന്തെല്ലാം സംഭവങ്ങൾ നടക്കാൻ പോകും. പ്രതിപക്ഷ നേതാക്കളെ, മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചാൽ, ഫണ്ട് ഫ്രീസ് ചെയ്താൽ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടെന്ന് വരും. എന്നാലും ഇന്ത്യയിലെ ജനങ്ങൾ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ വിധിയെഴുത്ത് ഈ BJP-ക്കെതിരായിട്ടായിരിക്കും എന്ന് ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ലോക്സഭയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഒരു വിലയിരുത്തൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ ഞങ്ങൾ മാത്രമല്ല, ഇടതുമുന്നണി നേതാക്കളും അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മോദി സർക്കാരിന് അന്ത്യം കുറിക്കാനും പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹത്തിനെതിരെയുള്ള ശക്തമായ താക്കീത് നൽകാനുമാണ് കേരളത്തിലെ വോട്ടർമാരോട് UDF ആഹ്വാനം ചെയ്യുന്നത്. ഈ സർക്കാർ മോദി സർക്കാരിൻ്റേത് പറഞ്ഞതുപോലെ അഴിമതിയിലും അക്രമത്തിലും അനീതിയിലും മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സർക്കാരാണ്. രണ്ടാം പിണറായി സർക്കാർ ജനങ്ങൾക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും ലംഘിച്ചു, ജനങ്ങളെ വഞ്ചിച്ചു. ഈവൻ ഇടതുമുന്നണി പ്രവർത്തകരെ പോലും നിരാശരാക്കിയ ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്.